ദിസ് ഇസ് മീ ഷാര. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ 3rd യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദി ആസ്ട്രോണമർ എന്ന് പറഞ്ഞിട്ടുള്ള പോമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിന്റെ അപ്രിസിയേഷനും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും, ഓരോ സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷൻ ഉണ്ട്, അതേപോലെ തന്നെ പോയറ്റിക് ഡിവൈസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എക്സാമിന് ഇത് വളരെയധികം യൂസ്ഫുൾ ആവും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ദി ആസ്ട്രോണമർ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. The Astronomer by Rabindranath Tagore is a simple yet meaningful poem that presents a conversation between a curious child and an elder called Dada. അപ്പൊ ഈ ആസ്ട്രോണമർ എന്ന് പറയുന്ന ഈ ഒരു പോം ആരാണ് എഴുതിയിട്ടുള്ളത്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കവിത എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നൂല, അതേപോലെ ഭയങ്കര ഉള്ളിൽ മീനിങ് വരുന്നത്, ഇംപ്ലൈഡ് മീനിങ് വരുന്നതൊന്നും ഇല്ല. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പോമാണ് എന്ത് ഈ ആസ്ട്രോണമർ എന്ന് പറയുന്ന ഈ ഒരു കവിത അല്ലെ. അപ്പൊ എന്താണ്, വളരെ മീനിങ് ആയിട്ടുള്ളത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. അതെന്താണ് കാണിക്കുന്നത്? ദാറ്റ് പ്രസൻസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ക്യൂരിയസ് ചൈൽഡ് ആൻഡ് എൽഡർ ബ്രദർ കോൾഡ് ഡാഡ. എന്ന് വെച്ചാല് ഈ ഒരു കവിത രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ഓക്കെ, ആരാണ്? ഒന്നൊരു ക്യൂരിയസ് ചൈൽഡ്. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ വളരെ കൗതുകമുള്ള അല്ലെ, വളരെ ഒരുപാട് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി നിറഞ്ഞിട്ടുള്ള ആ ഒരു കുട്ടിയും, അതേപോലെ ആ ഒരു കുട്ടീന്റെ എൽഡർ ബ്രദർ, ആ എൽഡർ ബ്രദറിനെയാണ് ഡാഡ എന്ന് വിളിക്കുന്നത്. സോ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ ചൈൽഡ് സീസ് ദ മൂൺ ആസ് സംതിങ് ക്ലോസ് ആൻഡ് മാജിക്കൽ. ഈ ഒരു കുട്ടി ഈ ഒരു മൂൺ എന്ന് പറഞ്ഞ ചന്ദ്രൻ അല്ലെ, ഈ ഒരു ചന്ദ്രനെ കാണുന്നത് എന്താണ്? എന്തോന്ന് അരികെ ഉള്ളതും അതേപോലെ എന്തോന്ന് മാജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കുട്ടി ചന്ദ്രനെ കാണുന്നത്. വൈൽ ഡാഡ എക്സ്പ്ലെയിൻസ് ഇറ്റ് ത്രൂ ലോജിക് ആൻഡ് സയൻസ്. പക്ഷെ ഡാഡ എന്ത് ചെയ്യുന്നുണ്ട്? അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അല്ലെ. ലോജിക്കും സയൻസും എല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ശാസ്ത്രമൊക്കെ വെച്ചിട്ട് അതിന് ലോജിക്കൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസറും കാര്യങ്ങളും ഡാഡ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ പോം ബ്യൂട്ടിഫുള്ളി കോൺട്രാസ്റ്റ് ഇമാജിനേഷൻ ആൻഡ് റിയാലിറ്റി, ഇന്നസെൻസ് ആൻഡ് റീസൺ. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കമ്പയർ ചെയ്യണതിനാണ് കോൺട്രാസ്റ്റ് എന്ന് വിളിക്കുക. ഇപ്പൊ നമുക്കറിയാം ഇമാജിനേഷൻ അല്ലെ, നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ മനസ്സിലുള്ളത്. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നടന്നുകൊണ്ടിരിക്കണത് അല്ലെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് രണ്ട് കമ്പയർ ചെയ്ത് പറയുന്നതിനാണ് കോൺട്രാസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ഒരു കവിതയിൽ നമുക്ക് എന്താണ് ഇമാജിനേഷനും റിയാലിറ്റിയും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇന്നസെൻസ് ആൻഡ് റീസൺ. റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? യുക്തി അല്ലെ, ബുദ്ധി, അതേപോലെ ന്യായം എന്നൊക്കെ പറയാം. അതുപോലെ ഇന്നസെൻസ്, നിഷ്കളങ്കത അല്ലെ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചിലപ്പോൾ എന്താണ് നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലപ്പോൾ എന്താണ് പ്രത്യേകിച്ച് ഒരു സെൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? കുട്ടിയുടെ ആ ഒരു ഇന്നസെൻസും അതേപോലെ തന്നെ എന്താണ് ന്യായം അല്ലെ, ഈ പറഞ്ഞ റീസണിങ് തമ്മിലുള്ള ആ ഒരു കമ്പാരിസണും കാര്യങ്ങളും നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. സ്റ്റാൻസ 1. The child wonders if someone can catch the moon when it looks like it is caught in the branches of the dadam tree. അപ്പൊ ആ ഒരു സ്റ്റാൻസ തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാല് കുട്ടി എന്ത് ചെയ്യാണ്? ഒരു ഡൗട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം കുട്ടി ഈ രാത്രി സമയത്ത് ഈ പറയുന്ന ഡാഡം ട്രീ എന്ന് പറഞ്ഞാൽ പോമിഗ്രാനൈറ്റ് ട്രീനാണ് എന്ത് ഡാഡം ട്രീ എന്ന് വിളിക്കുക, ഉറുമാമ്പഴത്തിന്റെ മരം. അപ്പൊ ഈ പറയുന്ന ഉറുമാമ്പഴത്തിന്റെ മരത്തിന്റെ ബ്രാഞ്ചസ് ഇങ്ങനെ കാണുന്നുണ്ട്. ആ ബ്രാഞ്ചസിന്റെ തൊട്ട് പിന്നിലായിട്ട് ചന്ദ്രനെയും കാണുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ ആ കുട്ടിക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ പറയുന്ന ചന്ദ്രൻ എന്താണ് ആ പറയുന്ന ബ്രാഞ്ചസിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കണ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എൻറ്റാങ്കിൾഡ് എന്ന് പറയാം. ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻറ്റാങ്കിൾഡ് അല്ലെ, എൻറ്റാങ്കിൾഡ് അമംഗ് ദ ബ്രാഞ്ചസ് ഓഫ് ദ ഡാഡം ട്രീ എന്ന് നമുക്ക് ടെക്സ്റ്റിൽ കാണാൻ കഴിയും. അപ്പൊ എന്താണ് ഈ പറയുന്ന ചന്ദ്രൻ എന്താണ് ഈ പറയുന്ന ബ്രാഞ്ചസിൽ കുടുങ്ങി കിടക്കണ പോലെയാണ് ഈ ചൈൽഡിന് ഫീൽ ചെയ്യുന്നത്. അപ്പൊ കുട്ടി എന്താണ് ഒരു സംശയം ചോദിക്കുകയാണ്, ഈ പറയുന്ന ചന്ദ്രൻ എന്താണ് ഈ പറയുന്ന ബ്രാഞ്ചസിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. സോ ആർക്കെങ്കിലും അതിന് പിടിക്കാൻ കഴിയോ, ക്യാച്ച് ചെയ്യാൻ കഴിയോ എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കുട്ടി ഇവിടെ ചോദിക്കുന്നത്. Dada laughs and calls the child silly, saying that the moon is far away and no one can catch it. അങ്ങനെ എന്ത് ചെയ്യാണ്? ഡാഡനോട് ഇത് ചോദിച്ചപ്പോ ഡാഡ് ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ചിരിച്ചുകൊണ്ട് എന്താണ് ആ ഒരു കുട്ടീനെ സില്ലി എന്ന് വിളിക്കുകയാണ് അല്ലെ, സില്ലി എന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന മൂൺ ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താണ് ഫാർ അവേ, ഒരുപാട് ദൂരെയാണുള്ളത്. എങ്ങനെയാണ് നമുക്ക് അതിനെ ക്യാച്ച് ചെയ്യാൻ കഴിയാന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഡാഡ് കുട്ടീനോട് ചോദിക്കുന്നത്. ദിസ് ഷോസ് ദ ചൈൽഡ്സ് ഇന്നസെൻസ് ആൻഡ് ഇമാജിനേഷൻ against
ഡാഡ് ആസ് ലോജിക്കൽ തിങ്കിങ്. അപ്പൊ നമുക്ക് ഈ ഒരു വരികളിലൂടെ കാണാൻ കഴിയുന്നത് എന്താന്ന് വെച്ചാൽ കുട്ടിയുടെ ആ ഒരു ഇന്നസെൻസ്, അതേപോലെ ആ ഒരു ഇമാജിനേഷൻ, അത് എന്തിനെതിരായിട്ട് വരുന്നുണ്ട്? ഈ പറയുന്ന ഡാഡിന്റെ ലോജിക്കൽ തിങ്കിങ്ങിന് അല്ലെ. കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ ആ ഒരു ഇമാജിനേഷൻ, കുട്ടി കാണുന്നത് വെച്ചിട്ട് കുട്ടി ഡൗട്ട് ചോദിക്കുകയാണ്, കുട്ടി അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കണില്ല. പക്ഷെ ഡാഡ് ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ലോജിക്ക് വെച്ചിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻസ 2 നോക്കാം. The child argues cleverly, comparing the moon to their mother, who looks down from a window but still feels close. അപ്പൊ കുട്ടി ഇവിടെ തിരിച്ചൊരു ആൻസർ കൊടുക്കുന്നുണ്ട്. തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് ആർഗ്യൂ ചെയ്യുന്നുണ്ട് കുട്ടി ഇവിടെ. എന്ന് വെച്ചാൽ ഡാഡ് ഇവിടെ പറയുന്നുണ്ട് മൂണെന്ന് പറയുന്നത് ഒരുപാട് ദൂരെയാണ്, സോ നമുക്ക് എങ്ങനെയാണ് ക്യാച്ച് ചെയ്യാൻ കഴിയുക. അപ്പൊ കുട്ടി ഇവിടെ ചോദിക്കുകയാണ്, നമ്മളിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും കാണുന്നുണ്ട് അല്ലെ, നമ്മുടെ അമ്മമാരെന്ത് ചെയ്യാണ്? ജനലിന്റെ അടുക്കൽ നിന്ന് നമ്മളിങ്ങനെ നോക്കലുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അമ്മ ഒരുപാട് ദൂരെ നിൽക്കുക എന്നാണോ എന്നാണ് എന്ത് ചെയ്യുന്നത് കുട്ടി ഇവിടെ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ എന്താണ്? കുട്ടിക്ക് കുറച്ച് അടുത്തുനിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഇത്രയും ദൂരം ഉണ്ടെന്ന് പറയാൻ കഴിയുക എന്നാണ് എന്ത് ചെയ്യുന്നത് കുട്ടി ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കളിക്കുന്ന സമയത്ത് ജനലിന്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ നോക്കലുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അമ്മ ഒരുപാട് ദൂരെയാണ് എന്നാണോ? അമ്മ നമ്മുടെ അടുത്താണല്ലോ എന്നാണ് എന്ത് ചെയ്യുന്നത് കുട്ടി ഇവിടെ ചോദിക്കുന്നത്. The child believes that distance does not matter when there is love and a connection. അതേപോലെ തന്നെ ഈ ഒരു ലൈനിൽ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്. ഈ ഒരു കുട്ടിക്ക് അമ്മയുമായിട്ടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ബന്ധം, ആ ഒരു കണക്ഷനും കാര്യങ്ങളും എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? ഇതിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും, ഈ പറഞ്ഞ ഡിസ്റ്റൻസ് എന്തല്ല ഒരു കാരണമല്ല. എന്ന് വെച്ചാൽ നമുക്ക് തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിനെ ബാധിക്കൂല എന്നാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. ഡാഡ again laughs and asks where one could find a net big enough to catch the moon. അപ്പൊ ഡാഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കുട്ടിയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാം കേട്ടിട്ട് ഡാഡ് ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഡാഡ് മറുപടി കൊടുക്കേണ്ട, പക്ഷെ എന്നാലും എന്ത് ചെയ്യാണ്? കുട്ടി അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. അപ്പൊ ഡാഡ് ചിരിച്ചുകൊണ്ട് ഒരു കാര്യം ചോദിക്കുകയാണ്, നമുക്ക് എവിടെ നിന്നാണ് വലിയൊരു നെറ്റ് കിട്ടുക? എന്തിന്? ടു ക്യാച്ച് ദ മൂൺ, ഈ പറയുന്ന ചന്ദ്രനെ പിടിക്കാൻ. അതിന് മാത്രം വലിയൊരു നെറ്റ് നമുക്ക് എവിടുന്ന കിട്ടുക? ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ വലുതാണ്. അപ്പൊ ഇത്രത്തോളം വലിയൊരു ചന്ദ്രൻ പിടിക്കാനുള്ള നെറ്റ് നമുക്ക് എവിടുന്ന് കിട്ടും എന്നാണ് എന്ത് ചെയ്യുന്നത് ഡാഡ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് സ്റ്റാൻസ നമുക്ക് നോക്കാം. സ്റ്റാൻസ 3. In the last stanza, the child continues to question Dada's logic using the example of the mother's face looking close but not large. ലാസ്റ്റ് സ്റ്റാൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടി വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും നേരം ചോദിച്ചപ്പോ ഒക്കെ എന്താണ് ഡാഡ് സില്ലി എന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുട്ടി ആ ഒരു ആൻസറിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കുട്ടി എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഡാഡ ഹൗ ഫൂളിഷ് ആർ യു എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് പൊട്ടനാണ് നീ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ വാട്ട് നോൺസെൻസ് ദേ ടീച്ച് യു അറ്റ് സ്കൂൾ, എന്ത് പൊട്ടത്തരങ്ങളാണ് സ്കൂളിൽ പഠിപ്പിച്ചു തന്നത് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കുട്ടി വേറൊരു എക്സാമ്പിളും കൂടെ അവിടെ പറയുന്നുണ്ട്. ഓഫ് ദ മദേഴ്സ് ഫേസ് ലുക്കിംഗ് ക്ലോസ് ബട്ട് നോട്ട് ലാർജ്. എന്ന് വെച്ചാല് അമ്മ ബെൻഡ് ചെയ്തിട്ട് നമ്മൾ കിസ് ചെയ്യാൻ വരുന്ന സമയത്ത് അമ്മന്റെ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? വലുതായിട്ട് തോന്നും. പക്ഷെ എന്താണ്? ഭയങ്കര ലാർജ് എന്ന് പറയാനും നമുക്ക് ഒരിക്കലും തോന്നൂല. അമ്മ അടുക്കലേക്ക് വരുമ്പോ ഭയങ്കര വലുതെന്ന് പറയാൻ തോന്നില്ല. പക്ഷെ എന്നാലും എന്താണ്? സാധാരണ ഒരു സൈസാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പൊ ഈ പറയുന്ന മൂന്ന് നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അത് അത്രയ്ക്കും ഭയങ്കര വലുതാണെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് കുട്ടി ഇവിടെ ചോദിക്കുന്നത്. ദ ചൈൽഡ്സ് വേർഡ്സ് റിവീൽ ഡീപ് ഫീലിംഗ് ആൻഡ് ഇമാജിനേഷൻ. അപ്പൊ കുട്ടിയുടെ ഈ ഒരു വാക്കുകളിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? കുട്ടിയുടെ ആ ഒരു ഇമാജിനേഷൻ അല്ലെ. എന്ന് വെച്ചാൽ എത്രത്തോളം നമ്മൾ എന്താണ് ലോജിക്കലായിട്ട് ആൻസർ ചെയ്താൽ പോലും കുട്ടിയുടെ ഇമാജിനേഷൻ എന്ത് ചെയ്യാണ്? അതിനെല്ലാം ഇങ്ങനെ എതിര് നിൽക്കുകയാണ് അല്ലെ. അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അതിനെല്ലാം എതിര് നിൽക്കുന്നുണ്ട്. കുട്ടി ഇപ്പോൾ എന്താണ്? ആ ഒരു ഇതിലാണ്, എന്ന് വെച്ചാൽ തന്റെ ഇമാജിനേഷന്റെ ആ ഒരു ഫീലിംഗിലാണ് എന്ത് ചെയ്യുന്നത് കുട്ടി അവിടെ നിൽക്കുന്നത്. വൈൽ ഡാഡ ഫെയിൽസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കോൾസ് ദ ചൈൽഡ് സ്റ്റുപ്പിഡ് അഗൈൻ. പക്ഷെ ഡാഡ് എന്ത് ചെയ്യുന്നില്ല? ഡാഡക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഡാഡ് എന്നിട്ട് എന്ത് ചെയ്യാണ്? സ്റ്റുപ്പിഡ്, അതേപോലെ സില്ലി എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ ഇങ്ങനെ കളിയാക്കാണ് ചെയ്യുന്നത്. ഡാഡക്ക് ഒരുപാട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ദ പോം എൻഡ്സ് ബൈ ഷോയിങ് ദാറ്റ് ദ ചൈൽഡ്സ് ഇന്നസെൻസ് ഈസ് സ്റ്റിൽ pure and not spoiled by adults thinking. അതേപോലെ ഈ ഒരു കവിത അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു കുട്ടിയുടെ ആ ഒരു ഇന്നസെൻസ് അല്ലെ, ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെ, ആ കുട്ടിയുടെ ആ ഒരു ഇമാജിനേഷൻ വെച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് അത് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല? സ്പോയിൽ ചെയ്തിട്ടില്ല, നശിച്ചിട്ടില്ല. ഏതിലൂടെ? ബൈ അഡൾട്ട്സ് തിങ്കിങ്. എന്ന് വെച്ചാൽ എന്താണ്? അഡൾട്ട്സ് അല്ലെ, മുതിർന്നവർ തരുന്ന ആ ഒരു മറുപടിയിലൂടെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? ആ ഒരു കുട്ടിയുടെ ആ ഒരു ഇമാജിനേഷൻ അവിടെ തകർന്നിട്ടില്ല. കുട്ടി ഇപ്പോഴും എന്താണ്? തന്റെ ആ ഒരു ഇമാജിനേഷനിൽ വിശ്വസിച്ചിരിക്കുക എന്നാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു കവിതയുടെ ലാസ്റ്റ് സ്റ്റാൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
സോ ഇനി നമുക്ക് പോയറ്റിക് ഡിവൈസസിലേക്ക് കടക്കാം. ഫസ്റ്റ് പോയറ്റിക് ഡിവൈസ് ആണെന്ത് അലിട്രേഷൻ. ആദ്യം അലിട്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് ദ കോൺസണന്റ് സൗണ്ട്സിനെയാണ് അലിട്രേഷൻ എന്ന് വിളിക്കുക. എന്താണ് കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വവ്വൽ സൗണ്ട്സ് അറിയാം. ഏതൊക്കെയാണ് വവ്വൽ സൗണ്ട്? എ ഇ ഐ ഒ യു അല്ലേ? ഈ സൗണ്ടുകൾ ഒഴികെയുള്ള ബാക്കിയുള്ള സൗണ്ടാണ് എന്ത് കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലുള്ള ഏതെങ്കിലും ഒരു കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് ഒരു ലൈനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈൻ എന്താണ്? അലിട്രേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഏത് ലൈനിലാണെങ്കിലും ആ ലൈനിലുള്ള വേർഡിന്റെ ഫസ്റ്റിൽ തന്നെ വരണം, എന്നാൽ മാത്രമേ അലിട്രേഷൻ ആകാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാ വേർഡ്സിന്റെ ഫസ്റ്റിൽ ഇങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ കഴിയാം? അലിട്രേഷൻ ആക്കാൻ കഴിയാം. സെൻട്രലിൽ വരിക, അതേപോലെ തന്നെ ലാസ്റ്റിൽ വരിക, അതൊന്നും നമുക്ക് അലിട്രേഷൻ ആയിട്ട് കൂട്ടാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ ഉള്ള ലൈന് നോക്ക്. The moon is ever so far from us. How could anybody catch it? അപ്പൊ ആ ഒരു ലൈനിൽ നമുക്ക് കാണാൻ കഴിയും. ഫാർ എന്നുള്ളതിൽ എഫ് വരുന്നുണ്ട്, അതുപോലെ ഫ്രം എന്നുള്ളതിലും അല്ലെ എഫ് വരുന്നുണ്ട്. സോ രണ്ടിതിലും എഫ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. അതും സ്റ്റാർട്ടിങ്ങിലാണ് വരുന്നത്, ആ ഒരു വേർഡിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കോൺസണന്റ് സൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അലിട്രേഷൻ എന്ന് വിളിക്കുക. അതേപോലെ തന്നെ ഈ അടുത്ത ലൈനിൽ നോക്കാം. എന്താണ്? സ്റ്റിൽ ഡാഡ് ഹാസ് സെഡ് യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ് അല്ലെ? സ്റ്റിൽ അവിടെ നമുക്ക് എസ് കാണാൻ കഴിയും. സെഡ് അവിടെ നമുക്ക് എസ് കാണാൻ കഴിയും. സ്റ്റുപ്പിഡ് അവിടെ നമുക്ക് കാണാൻ കഴിയും അല്ലെ? സോ അതെന്താണ്? ഈ പറയുന്ന അലിട്രേഷൻ ഒരു എക്സാമ്പിൾ ആണ്. ബെൻസ് ഹെർ ഫേസ് ഡൗൺ ടു കിസസ് ഡസ് ഹെർ ഫേസ് ലുക്ക് വെരി ബിഗ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? കാണാൻ കഴിയുന്നുണ്ട്, ഡി കാണാൻ കഴിയുന്നുണ്ട് അല്ലെ? ഡൗൺ എന്നുള്ള ഭാഗത്തും അതേപോലെ ഡസ്സിൽ നമുക്ക് ഡി കാണാൻ കഴിയുന്നുണ്ട് അല്ലെ? സോ എന്താണ്? ഇങ്ങനെ കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് അലിട്രേഷൻ എന്ന് വിളിക്കുക. അടുത്ത പോയറ്റിക് ഡിവൈസ് ആണ് എന്ത്? മെറ്റഫർ എന്ന് പറയുന്നത്. മെറ്റഫർ എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങളിൽ ലൈക്കോ ആസോ ഇല്ലാണ്ട് കമ്പയർ ചെയ്ത് പറയുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? മെറ്റഫർ എന്ന് വിളിക്കുക. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയാം, വെൻ മദർ ബെൻസ് ഹെർ ഫേസ് ഡൗൺ ടു കിസസ്. ഇവിടെ നമുക്കറിയാം ഈ പറയുന്ന മദറിനെ എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? മൂണായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ? ഈ പറഞ്ഞ ചൈൽഡ് എന്ന് വെച്ചാൽ എന്താണ്? മൂൺ എന്താണ്? കുറച്ച് അടുത്താണ്. അപ്പൊ നമുക്ക് അതിനെ ക്യാച്ച് ചെയ്തൂടെ? ഈ പറയുന്ന മൂൺ എങ്ങനെ എത്ര വലുപ്പം ഉണ്ടാവുക? ഈ പറയുന്ന അമ്മമാർ എന്ത് ചെയ്യുന്നുണ്ട്? ബെൻഡ് ചെയ്തിട്ട് നമ്മളെ കിസ് ചെയ്യാൻ വരുന്നുണ്ട്. അത് വിചാരിച്ച അമ്മമാരുടെ മുഖം ഇത്ര വലുതാണ് എന്നാണോ? അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ മൂണിന്റെ കേസിലും അങ്ങനെയല്ലേ വരിക. അപ്പൊ ഈ പറയുന്ന മൂൺ എന്ത് ചെയ്യേണ്ട? അമ്മയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് യൂസ് ചെയ്തിട്ടില്ല? ലൈക്കോ അതേപോലെ ആസോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അല്ലെ? അപ്പൊ അങ്ങനെ ലൈക്കോ ആസോ ഇല്ലാണ്ട് യൂസ് ചെയ്യാണ്ട് കമ്പയർ ചെയ്ത് പറയുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുക? മെറ്റഫർ എന്ന് വിളിക്കുക. അടുത്തത് ഐറണിയാണ്. ഐറണി എന്ന് പറഞ്ഞാൽ രണ്ട് മീനിങ് വരുന്നതിനാണ് ഐറണി എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ അതിൽ ഓൾറെഡി പറഞ്ഞൊരു കാര്യം പക്ഷെ ശരിക്കും എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതും അങ്ങനെ എന്തുണ്ടാവും? രണ്ട് മീനിങ് ഉണ്ടാകും. അതിനെയാണ് ഐറണി എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാൻ കഴിയും, ഐ സെഡ് ഡാഡ് വാട്ട് നോൺസെൻസ് ദേ ടീച്ച് അറ്റ് യുവർ സ്കൂൾ. അപ്പൊ ഇവിടെ കുട്ടി ചോദിക്കുന്നുണ്ട്, എന്ത് പൊട്ടത്തരാണ് നിങ്ങൾക്ക് സ്കൂൾ പഠിപ്പിച്ചെന്നത്? ഇപ്പൊ കുട്ടിയുടെ ഒരു കൺസെപ്റ്റിൽ എന്താണ്? ഇവിടെ എന്ത് പൊട്ടത്തരാണ് സ്കൂൾ പഠിപ്പിച്ചെന്നത്? സ്കൂള് പൊട്ടത്തരാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നാണ്. പക്ഷെ റിയാലിറ്റിയിൽ ശരിക്കും എന്താണ്? സ്കൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? ശരിയായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നതാണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് മീനിങ് കാണാൻ കഴിയും. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐറണി എന്ന് വിളിക്കുക. ഓക്കെ, അടുത്ത പോയറ്റിക് ഡിവൈസ് ആണ് എന്ത്? റെപ്പറ്റീഷൻ എന്ന് പറയുന്നത്. യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്. റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെപ്പറ്റീഷൻ എന്ന് വിളിക്കുക. ഇപ്പൊ യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ് നമുക്ക് ആ കവിതയിൽ കാണാൻ കഴിയും. റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ? സോ അതെന്താണ്? റെപ്പറ്റീഷൻ ഒരു എക്സാമ്പിൾ ആണ്. അടുത്തതാണ് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമൻ ക്വാളിറ്റീസ്, മനുഷ്യന്മാർ ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റീസ് എന്താണ്? ജീവനില്ലാത്ത ഒരു സാധനം ചെയ്യണ പോലെ പറയാം. ഇപ്പൊ ഫ്ലവേഴ്സ് ഡാൻസ് കളിക്കാം. ഈ ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ക്വാളിറ്റിയാണ് അല്ലെ? മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഫ്ലവേഴ്സ് ഡാൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം അല്ലെ? അപ്പൊ ശരിക്കും അവിടെ ഉദ്ദേശിച്ചത് എന്താണ്? പൂക്കൾ ഇങ്ങനെ ആടി കളിക്കുക എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു ദീൻ എന്താണ്? ഡാൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അപ്പൊ അതൊക്കെ എന്താണ്? പേഴ്സോണിഫിക്കേഷൻ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ നോക്ക്, The round full moon gets entangled among the branches of that datum tree. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന എന്താണ്? ഈ ചന്ദ്രന് ഈ പറയുന്ന ഡാഡം ട്രീന്റെ ബ്രാഞ്ചസിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കണ പോലെ അല്ലെ? അത് നമുക്ക് ആ കവിതയിൽ കാണാൻ കഴിയും. ഇപ്പൊ കുട്ടീന്റെ ഒരു സംശയമാണ്, ഈ പറയുന്ന എന്താണ്? ചന്ദ്രൻ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ട്. സോ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞൂടെ എന്നാണ്, ക്യാച്ച് ചെയ്തൂടെ എന്നാണ് എന്ത് ചെയ്യുന്നത്? കുട്ടിയോടെ ചോദിക്കണത് അല്ലെ? അപ്പൊ ഈ പറഞ്ഞ എൻറ്റാങ്കിൾ ഇങ്ങനെ കുടുങ്ങി നിൽക്കുക എന്ന് പറയുന്നത്, ഈ പറഞ്ഞ മരത്തുമ്മൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുക, അതൊക്കെ കുറച്ചും കൂടി എന്താണ്? ഹ്യൂമൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ? ഈ പറഞ്ഞ ലിവിങ് ബീങ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ ചന്ദ്രൻ കുടുങ്ങി നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അല്ലെ? സോ അതുകൊണ്ടാണ് എന്ത് ഈ ഒരു ലൈന് പേഴ്സോണിഫിക്കേഷൻ ആണെന്ന് പറയുന്നത്. കാരണം എന്താണ്? ഈ ചന്ദ്രൻ ഇങ്ങനെ ഈ ബ്രാഞ്ചസിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുക, അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അവിടെ ഒരു ഹ്യൂമൻ ക്വാളിറ്റി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചന്ദ്രന് കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെ എന്താണ്? ഈ പറയുന്ന ഹ്യൂമൻ ക്വാളിറ്റീസ് ജീവനില്ലാത്ത ഒരു കാര്യത്തിന് കൊടുക്കുമ്പോൾ എന്താണ്? അത് പേഴ്സോണിഫിക്കേഷൻ ആണ്. ഓക്കെ,
അടുത്ത ലാസ്റ്റത്തതാണ് എന്ത്? വിഷ്വൽ ഇമേജറി. നമുക്കറിയാം വിഷ്വൽ ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്വൽ, ഇങ്ങനെ ആലോചിച്ചാൽ മതി. വീഡിയോ എന്ന് ആലോചിച്ചാൽ മതി. വിഷ്വൽ, വീഡിയോ, കാണാൻ കഴിയുന്നത് അല്ലേ? വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുകയല്ലേ, അപ്പൊ എന്താണ്? കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്ത്? വിഷ്വൽ ഇമേജിൽ വരിക. അപ്പൊ നമുക്കറിയാം റൗണ്ട് ഫുൾ മൂൺ, അത് കേൾക്കുമ്പോൾ തന്നെ എന്താണ്? നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം വരും അല്ലെ, ഒരു പിക്ചർ വരും. എന്താണ്? ആ ഒരു ചന്ദ്രന്റെ ഒരു ചിത്രം അല്ലെ. സോ അതൊക്കെ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതേപോലെ ബ്രാഞ്ചസ് ഓഫ് ദ ഡാഡം ട്രീ, ബ്രാഞ്ചസ്, ചില്ലകൾ കാണാൻ കഴിയുന്നതല്ലേ. അതേപോലെ ഡാഡം ട്രീ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോമിഗ്രാനൈറ്റിന്റെ ട്രീ കാണാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ. സോ അതെല്ലാം എന്താണ്? വിഷ്വൽ ഇമേജിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ അത്ര ഉള്ളൂ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംശയം കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.